SMA രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നയം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വിദഗ്ധർ. സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗികൾ ജീവൻ രക്ഷിക്കാവുന്ന ചികിത്സകൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമായ നയങ്ങളും ധനസഹായവും നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വിദഗ്ധരും മുൻനിര ന്യൂറോളജിസ്റ്റുകളും രംഗത്തെത്തി. രാജ്യാന്തര തലത്തിൽ ന്യൂറോ മസ്കുലാർ രോഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ആരംഭിച്ച ആദ്യ അന്താരാഷ്ട്ര സമ്മേളനമായ APND 2025 ഈ ആവശ്യം വിദഗ്ധർ ഉന്നയിച്ചത്. ഇന്ത്യൻ അക്കാദമി ഓഫ് ന്യൂറോളജിയുടെ പീഡിയാട്രിക് ന്യൂറോളജി ഉപവിഭാഗം സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ 100-ലധികം വിദഗ്ധരും ഗവേഷകരും പങ്കെടുത്തു. ന്യൂറോ മസ്കുലാർ രോഗങ്ങളുടെ നവീന ചികിത്സാ രീതികളും പോളിസികളുമാണ് ചർച്ച ചെയ്യുന്നത്. SMA രാജ്യത്ത് ഇപ്പോഴും ഏറ്റവും ഗുരുതരമായ ന്യൂറോ മസ്കുലാർ രോഗങ്ങളിലൊന്നാണ്. SMA രോഗം ദൈർഘ്യമേറിയ നാഡി പേശി ക്ഷീണത്തെയും പ്രാഥമികമായി ചലനം നഷ്ടപ്പെട്ടതിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകുന്നു. ലോകത്ത് SMA ചികിത്സയിൽ DNA അടിസ്ഥാനമാക്കിയുള്ള ജീൻ തെറാപ്പികളും മറ്റും വിദഗ്ധ ചികിത്സാ രീതികളും കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ ഇപ്പോഴും ഈ ചികിത്സ ലഭ്യമാകാൻ ധനക്ഷാമവും ആരോഗ്യ സംവിധാനത്തിലെ അകമഴിഞ്ഞ് നിലനിൽക്കുന്ന കുറവുകളും തടസ്സമാകുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.